നമസ്കാരം. ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9162 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ദുരന്തം നാശനഷ്ട കണക്കിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതി വിമർശനം. വ്യാഴാഴ്ച കൃത്യമായ കണക്ക് നൽകണമെന്നും SDRFന് നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന പ്രാബല്യത്തിൽ. സാധാരണക്കാർക്ക് ഇരുട്ടടിയെന്ന വിമർശനം. ഫിക്സഡ് നിരക്കിലും 40 രൂപയുടെ വർധന ന്യായീകരിച്ച് മന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തുവിടുന്ന കാര്യത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നീളും. തീരുമാനം പരാതികൾ പരിഗണിച്ച ശേഷം. സിൽവർ ലൈനിൽ വഴങ്ങാതെ റെയിൽവേ. ബ്രോഡ്ഗേജിൽ മാറ്റം വരുത്തില്ല. സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയിലും പുരോഗതിയില്ല. ശബരിമലയിൽ നടൻ ദിലീപിന് പ്രത്യേക പരിഗണന ലഭിച്ച സംഭവം രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. ഭക്തർക്ക് തടസ്സമുണ്ടാക്കൽ ആവർത്തിക്കരുതെന്ന് താക്കീത്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9162 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മുണ്ടക്കൈ നാശനഷ്ടങ്ങളുടെ കണക്കിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ദുരന്തത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് സംബന്ധിച്ച SDRF വിശദീകരണത്തിൽ കോടതി ശക്തമായ അതൃപ്തി പ്രകടിപ്പിച്ചു. ഏകദേശ കണക്ക് പോലും നൽകാൻ ആകുന്നില്ലെങ്കിൽ പണം ലഭിക്കുന്നില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു. വ്യാഴാഴ്ച കൃത്യമായ കണക്ക് നൽകണമെന്ന് ഹൈക്കോടതി SDRFന് കർശന നിർദ്ദേശം നൽകി. മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വ്യക്തമായ കണക്ക് സഹിതം വിശദമായ റിപ്പോർട്ടുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അക്കൗണ്ടന്റിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. SDRFന്റെ കയ്യിലുള്ള 677 കോടി രൂപ മതിയാകില്ലെന്ന് അമിക്യൂസ് ക്യൂറി കോടതിയെ അറിയിച്ചു. മതിയായതല്ലെന്ന് ബോധ്യമുണ്ടെന്നും പക്ഷേ കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അടിയന്തര ഘട്ടം വന്നാൽ 677 കോടിയിലെ എത്ര തുക ചെലവഴിക്കാനാകുമെന്ന് SDRFനോട് കോടതി ചോദിച്ചു. ഏകദേശ കണക്ക് പോലും നൽകാനാകുന്നില്ലെങ്കിൽ പണം ലഭിക്കുന്നില്ലെന്ന് പോലും എങ്ങനെ പറയാനാകുമെന്നും കയ്യിലുള്ള 677 കോടിയിൽ നിന്ന് ഇപ്പോൾ ആവശ്യമായ 219 കോടി ചെലവഴിക്കാൻ കഴിയില്ലേ എന്നും കോടതി ആരാഞ്ഞു. പണം ബാങ്ക് അക്കൗണ്ടിലുണ്ടോ എന്ന് അറിയില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇതിനിടെ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. അടുത്ത വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കൃത്യമായ കണക്കുകൾ നൽകണമെന്നും കോടതി SDRFനോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് തിരിച്ചടിയായി വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടി. പുതിയ നിരക്ക് പ്രകാരം 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം കൂടിയത് ശരാശരി 18 രൂപയാണ്. 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം ശരാശരി 18 രൂപ കൂട്ടിയതിനൊപ്പം ഫിക്സഡ് നിരക്കിൽ 5 രൂപ മുതൽ 40 രൂപ വരെയും കൂടി. 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീട്ടുടമസ്ഥന് നിലവിലുള്ള തുക 430 ആയിരുന്നെങ്കിൽ വർധനവ് പ്രകാരം അത് 448 രൂപയായി ഉയരും. അടുത്ത മാർച്ച് വരെ അത് 448 തുടരും. എന്നാൽ മാർച്ച് കഴിയുന്നതോടെ ഇത് 500ലേക്ക് ഉയരും. യൂണിറ്റിന് 16 പൈസ വീതം വർദ്ധിപ്പിച്ച് വെള്ളിയാഴ്ചയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയത്. നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നു. BPLകാർക്കും നിരക്ക് വർധന ബാധകമാണ്. അതേസമയം അനിവാര്യ ഘട്ടത്തിലാണ് നിരക്ക് വർധനമെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടി. പുറത്തുനിന്നാണ് വൈദ്യുതി വാങ്ങുന്നത്. ബോർഡിന് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയുണ്ട്. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് കാരണം അഴിമതിയും പകൽ കൊള്ളയുമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയുടെ ദീർഘകാല കരാർ റദ്ദാക്കി. പകരം അതിന്റെ ഇരട്ടിയിലേറെ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും വില വർധനവിനും കാരണം. വൈദ്യുത ഉൽപാദക കമ്പനികളുമായി ചേർന്നുള്ള കള്ളക്കളികളാണ് ഇതിന് പിന്നിലെന്നും ചെന്നിത്തല ആരോപിച്ചു. ബോർഡിന് പഴയ കരാർ കൊണ്ട് 800 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ കേരളം ലോഡ് ഷെഡിംഗിലേക്ക് പോകാതിരുന്നത് പോലും ഈ ദീർഘകാല കരാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുക, ഈ കരാർ റദ്ദാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം 10 മുതൽ 12 കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത്. ഏകദേശം 3200 രൂപയുടെ വൈദ്യുതി അധിക വില കൊടുത്തു വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.
മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒളിച്ചുവെച്ച വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വൈകും. ഒഴിവാക്കിയ പേജുകൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പറയുന്നത് നീട്ടിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടുന്നതിൽ പരാതി പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി പണം അടപ്പിച്ച ശേഷം അപേക്ഷകനെ അറിയിക്കാതെ 5 പേജുകൾ രഹസ്യമാക്കി ഒഴിവാക്കിയ സർക്കാർ നടപടിക്കെതിരെ നൽകിയ അപ്പീലിലാണ് കമ്മീഷൻ ഉത്തരവ് പറയുന്നത് നീട്ടിവെച്ചത്. 295 പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി മുഴുവൻ വിവരങ്ങളും നൽകണമെന്ന് ജൂലൈ 5-ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നത്. വ്യക്തിഗത വിവരങ്ങളെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 33 ഖണ്ഡികകൾ കമ്മീഷൻ സ്വയമേ ഒഴിവാക്കിയിരുന്നു. ഇതിനു പുറമെ സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങൾ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അവയും ഒഴിവാക്കാമെന്നും എന്നാൽ ഒഴിവാക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അപേക്ഷനെ മുൻകൂട്ടി അറിയിക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം മറയാക്കി കമ്മീഷൻ ഒഴിവാക്കിയ 33 ഖണ്ഡികകൾ കൂടാതെ 101 ഖണ്ഡികകൾ കൂടി സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കി. അതേസമയം ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശകൾ നടപ്പാക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ സ്വീകരിച്ചതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. റിപ്പോർട്ടിലെ നീക്കം ചെയ്തുവെന്ന് പറയുന്ന 7 പേജുകൾ പുറത്തുവരുന്നതിൽ സർക്കാരിന് ആശങ്കയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. വാർത്തകൾ വിശദമായി. കെ റെയിലിൽ പ്രതിസന്ധി തുടരുന്നു. ബ്രോഡ് ഗേജ് അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ 2ാം ഘട്ട ചർച്ചയിലും പുരോഗതിയില്ല. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റാൻ തയ്യാറാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ. ഇനി സംസ്ഥാന സർക്കാരാണ് ബദൽ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ നടന്ന 2ാം ഘട്ട ചർച്ചയിലും റെയിൽവേ നേരത്തെ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. അർദ്ധ അതിവേഗ പാതയെന്ന സിൽവർ ലൈൻ ലക്ഷ്യം പൂർത്തീകരിക്കാനാകില്ലെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് കേരയിൽ വൃത്തങ്ങൾ. ലക്ഷ്യമിടുന്ന വേഗം ബ്രോഡ് ഗേജിൽ സാധ്യമാകില്ലെന്നാണ് സൂചിപ്പിച്ചത്. ചരക്ക് ട്രെയിനുകൾ ഈ പാതയിലേക്ക് അനുവദിച്ചാൽ യാത്രാ ട്രെയിനുകളുടെ വേഗത കുറയും. DPR-ൽ മുന്നോട്ട് വെച്ച സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഇത് തടസ്സമാകും. നിലവിലെ നയപ്രകാരം ബ്രോഡ് ഗേജിൽ മാത്രമേ പാത അനുവദിക്കാനാകൂവെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് റെയിൽവേ. നിലവിലെ സ്ഥിതിയിൽ കെ റെയിലിന് തീരുമാനം കൈക്കൊള്ളാനാകില്ല. ഇനി സർക്കാരിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും പദ്ധതിയുടെ മുന്നോട്ട് പോക്ക്. ബ്രോഡ് ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് തർക്കത്തിനപ്പുറമുള്ള മറ്റു ചില കാര്യങ്ങളും റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും യോഗത്തിൽ കെ റെയിൽ അവതരിപ്പിച്ചു. 160 കിലോമീറ്റർ വേഗതയുള്ള പാതകൾ ഡെഡിക്കേറ്റഡ് റൂട്ടുകളാകണമെന്ന് 2018-ലെ ഇന്ത്യൻ റെയിൽവേ വേഗനയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിൽവർ ലൈൻ DPR രൂപീകരിച്ചതെന്നാണ് കെ റെയിൽ മറുപടി നൽകിയത്. ഈ നയമനുസരിച്ച് ഡൽഹി മീററ്റ് പാത കമ്മീഷൻ ചെയ്ത കാര്യവും കേരളം ഓർമ്മിപ്പിച്ചു. ഇതിനു പുറമെ മുംബൈ അഹമ്മദാബാദ് ഡൽഹി ഡെഡിക്കേറ്റഡ് പാതയുമുണ്ടെന്നും സൂചിപ്പിച്ചു. ഇവർക്കെല്ലാം അനുവദിച്ചതു പ്രകാരം സിൽവർ ലൈനും അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് കെ റെയിൽ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ജീവൻ. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നതിനിടെ വീഴ്ച വ്യക്തമാക്കുന്ന കൂടുതൽ രേഖകൾ പുറത്ത്. സ്മാർട്ട് സിറ്റി കരാറിൽ സർക്കാർ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തായത്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ക്ലോസിംഗ് ഡേറ്റ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടില്ലെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. പദ്ധതി എന്നാണ് പൂർത്തിയാക്കേണ്ടത് എന്നതിൽ പ്രത്യേകിച്ച് തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നായിരുന്നു വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയത്. 2007-ൽ ഒപ്പിട്ട പദ്ധതിക്ക് 2022-ലും ക്ലോസിംഗ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പദ്ധതി ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും ഉണ്ടായിട്ടില്ല. നടപടികൾ സർക്കാർ നൽകി പൂർത്തിയാക്കുന്ന ദിവസം മുതൽ 10 വർഷത്തേക്ക് എന്നതാണ് കരാറിലെ വ്യവസ്ഥയെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ ഇതൊന്നും സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സെസ് അനുമതി ലഭ്യമാക്കിയതടക്കം കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതും രേഖയിലില്ല. ടീകോമിനെതിരെ സർക്കാരിന് മുന്നിലുണ്ടാകാവുന്ന നിയമവഴി അടച്ചതും സർക്കാർ തന്നെയെന്ന് ഈ രേഖകളിൽ നിന്നും വ്യക്തമാണ്. അതായത് പദ്ധതിയെന്ന് പൂർത്തിയാക്കണമെന്നതിൽ കരാറിൽ വ്യക്തതയില്ല. വിഷയം കോടതിയിലെത്തിയാൽ ക്ലോസിംഗ് ഡേറ്റ് ഇല്ലാത്തതിനാൽ കരാർ ലംഘനമില്ലെന്ന് ടീകോമിന് വാദിക്കാം. ന്യൂസ് ഡെസ്ക് ജീവൻ. നടൻ ദിലീപിന്റെ ശബരിമല VIP സന്ദർശനത്തിൽ വിമർശനം തുടർന്ന് ഹൈക്കോടതി. ദിലീപ് സോപാനത്ത് തുടർന്നത് ഭക്തർക്ക് തടസ്സമുണ്ടാക്കി. ശ്രീകോവിലിന് മുന്നിൽ നിന്നാൽ മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുതെന്ന് ദേവസ്വം ബോർഡിന് താക്കീതും നൽകി.
മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേസിൽ കെ ഗോപാലകൃഷ്ണനെ രക്ഷിക്കാൻ ശ്രമം. ഉദ്യോഗസ്ഥനെതിരായ ഗുരുതരാരോപണങ്ങൾ ഒഴിവാക്കി സർക്കാരിന്റെ ചാർജ്. മെമ്മോ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതും പോലീസിൽ വ്യാജ പരാതി നൽകിയതുമൊന്നും മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേസിൽ ഉദ്യോഗസ്ഥൻ പോലീസിനു നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയിൽ സർക്കാർ ഉൾപ്പെടുത്തിയില്ല. ഉന്നത നിർദ്ദേശപ്രകാരമായിരുന്നു താൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ സ്ക്രീൻഷോട്ടിൽ പറയുന്നുണ്ട്. IAS-കാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് മാത്രമാണ് മെമ്മോയിൽ പറയുന്നത്. ഒരു ദിവസം വൈകിയാണ് ഗ്രൂപ്പ് നിർമ്മിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥൻ വിശദീകരണം നൽകുന്നത്. ഗോപാലകൃഷ്ണൻ ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഒക്ടോബർ 31-നാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നത് നവംബർ 1 ഉച്ചയ്ക്ക് 2:28-നുമായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നിയമപരമായി നിലനിൽക്കാത്ത കുറ്റമാണ്. മറ്റു ഗുരുതരാരോപണങ്ങൾ ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇത് ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങി സിറിയൻ വിമതർ. അലപ്പോ, ഹമ എന്നീ നഗരങ്ങൾ പിടിച്ച ശേഷം വിമത സംഘം ഹോംസ് നഗരത്തിന് തൊട്ടടുത്തെത്തി. സിറിയൻ ഇറാഖ് അതിർത്തി SDF എന്ന മറ്റൊരു വിമത സംഘവും പിടിച്ചെടുത്തു. അതേസമയം സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന് പിന്തുണ നൽകുമെന്ന് റഷ്യയും ഇറാനും അറിയിച്ചു. ഹയാത്തു തഹ്രീർ ഷാം എന്ന വിമതസേനയാണ് ഹോംസ് നഗരത്തിലെത്തിയത്. സിറിയയിലെ മൂന്നാമത്തെ വലിയ നഗരമാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിമതർ അലപ്പോ പിടിക്കുന്നത്. പിന്നാലെ ഹമ നഗരവും കീഴടക്കി. ഇവിടങ്ങളിൽ നിന്നെല്ലാം അസദ് സൈന്യം തോറ്റു പിന്മാറി. ഇതേ സമയത്തു തന്നെ മറ്റു വിമത സംഘങ്ങൾ ലെബനൻ, ഇറാഖ്, ഇറാൻ അതിർത്തികളുടെ നിയന്ത്രണവും പിടിച്ചെടുത്തു. ഇനി തലസ്ഥാനമായ ദമാസ്കസിലേക്ക് നീങ്ങുകയാണെന്ന് HDS കമാൻഡർ ഹസൻ അബ്ദുൽ ഗനി പ്രഖ്യാപിച്ചു. ബഷാറുൽ അസദിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും വിമതർ വ്യക്തമാക്കി. 2011 തുടങ്ങിയതാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം. രാജ്യത്തിന്റെ പല മേഖലകളും വിവിധ വിമത വിഭാഗങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇറാന്റെയും റഷ്യയുടെയും ഷിയി സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെയാണ് നേരത്തെ ഇവിടെ നിന്ന് വിമതരെ ബഷാറുൽ അസദിന്റെ സൈന്യം തുരത്തിയത്. ആ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ വിമതർ തിരിച്ചുപിടിച്ചു. അസദിനെ സഹായിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ഒഴികെ സമയം നോക്കിയാണ് വിമതരുടെ തിരിച്ചുവരവ്. യുദ്ധം ദമാസ്കസിലെത്തിയാൽ 10,000ങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ലോകം വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വരും. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് പൗരന്മാരോട് റഷ്യ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. സർക്കാർ സൈന്യവും വിമതരും തമ്മിൽ പോരാട്ടം അതിരൂക്ഷമായി തുടരുന്ന സിറിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോകണമെന്ന് ഇന്ത്യ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലൂടെയാണ് മുന്നറിയിപ്പ് നൽകിയത്. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ സർക്കാർ സേനയ്ക്കെതിരെ വിമത ഗ്രൂപ്പായ ഹൈഅത്ത് തഹ്രീർ അഷാം നടത്തിയ ആക്രമണത്തിന് പിന്നാലെ സിറിയയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഏറ്റവും നേരത്തെ ലഭിക്കുന്ന വിമാനങ്ങളിൽ പുറപ്പെടാൻ ഇന്ത്യൻ അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷയെക്കുറിച്ച് മുൻകരുതലെടുക്കാനും പുറത്തിറങ്ങുന്നത് കുറയ്ക്കാനും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താൻ ഇന്ത്യൻ പൗരന്മാരോട് നിർദ്ദേശിച്ച മന്ത്രാലയം അടിയന്തര നമ്പറും ഇമെയിൽ വിലാസവും പരസ്യപ്പെടുത്തി. വിവിധ UN സംഘടനകളിൽ പ്രവർത്തിക്കുന്ന 14 പേർ ഉൾപ്പെടെ 90ഓളം ഇന്ത്യൻ പൗരന്മാർ സിറിയയിലുണ്ടെന്ന് ജയ്സ്വാൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച കോടതി വിളക്കിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. കോടതി വിളക്ക് എന്ന പേരിൽ നടത്തരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. 2022 കോടതി വിളക്ക് എന്ന പേര് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഗുരുവായൂർ ഏകാദശി സമയത്ത് ചാവക്കാട് കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരും അഭിഭാഷകരും ചേർന്നാണ് കോടതി വിളക്ക് നടത്തുന്നത്. വർഷങ്ങളായി നടത്തിവരുന്ന വിളക്കാഘോഷമാണ് ഇത്. മതനിരപേക്ഷ സമൂഹത്തിൽ കോടതി വിളക്ക് എന്ന പേരിൽ ഒരു ചടങ്ങ് നടത്തുന്നത് ശരിയായ കാര്യമല്ലെന്നായിരുന്നു 2022 ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. വിഷയം ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ ഉൾപ്പെടെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. കണ്ണൂരിൽ വീടിനുള്ളിൽ മരിച്ചനിലയിൽ കണ്ടെത്തിയ ADM നവീൻ ബാബു തൂങ്ങി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംശയകരമായ പരിക്കുകളോ പാടുകളോ ശരീരത്തിൽ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതേസമയം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടത്തും മുൻപ് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ P. നായർ പറഞ്ഞു. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂവെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. ഇൻക്വസ്റ്റ് കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പോലീസ് അറിയിച്ചത്. അതിനു മുമ്പ് അനുമതി നേടിയിരുന്നില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. കോടതിയെ അറിയിച്ചത് ആശങ്കകളും സംശയങ്ങളും മാത്രമാണ്. മൃതദേഹത്തിന്റെ ആന്തരികാവയവങ്ങൾ പോലും
സൂക്ഷിച്ചിട്ടില്ലെന്നും കുടുംബം പ്രതികരിച്ചു. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന വാദങ്ങളിൽ ദിവ്യയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കളക്ടറേറ്റിലെ യാത്രയപ്പ് യോഗത്തിലേക്ക് പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് എത്തിയത്. നവീൻ ബാബുവിനെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് തേജോവധം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ആ മാനസിക വിഷമത്തിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. ഇതൊരു കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ സംശയം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ആത്മഹത്യ തന്നെയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും ഫോറൻസിക് സംഘവും അറിയിച്ചത്. കൊലപാതകം എന്നതിന്റെ യാതൊരു സൂചനയും എങ്ങുനിന്നും കിട്ടിയിട്ടില്ല. നവീൻ ബാബുവിന്റെയും ജില്ലാ കളക്ടറുടെയും പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെയും CDR അടക്കമുള്ളവ പരിശോധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ള പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആരോപണം അവാസ്തവമാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദിവ്യ CPM-ൽ യാതൊരു പദവിയും നിലവിൽ വഹിക്കുന്നില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ CCTV ഫുട്ടേജുകളും ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടില്ലെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലുണ്ട്. സുതാര്യമായ അന്വേഷണമാണ് നടത്തുന്നതെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. പാലോട് സ്വദേശി ഇന്ദുജയെയാണ് കഴിഞ്ഞ ദിവസം ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ഭർത്താവ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ക്ഷീണവും വിശപ്പും അകറ്റാനുള്ള വഴിയൊരുക്കി ദേവസ്വം ബോർഡ്. ഉരക്കുഴി മുതൽ നീലിമല വരെ 73 കേന്ദ്രങ്ങളിൽ ചുക്കുവെള്ളവും ബിസ്ക്കറ്റും ലഭ്യമാക്കുന്നുണ്ട്. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ക്ഷീണമകറ്റാൻ ഉരക്കുഴി മുതൽ നീലിമല വരെ 73 കേന്ദ്രങ്ങളിൽ ചുക്കുവെള്ളവും ശബരിപീഠം മുതൽ സന്നിധാനം വരെ ബിസ്ക്കറ്റുമാണ് ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുന്നത്. മണ്ഡലകാലം പകുതി പിന്നിടുമ്പോൾ ഇതിനകം 85 ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്തതായും ഈ തീർത്ഥാടന കാലത്ത് 2 കോടി ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ബിസ്ക്കറ്റ് വിതരണത്തിന് വേണ്ടുന്ന അധിക സംവിധാനം സ്വകാര്യ ഏജൻസികളുടെ സഹകരണത്തോടെ ഒരുക്കാനും ദേവസ്വം ബോർഡ് പദ്ധതിയിടുന്നുണ്ട്. ചുക്ക്, പതിമുഖം, രാമച്ചം എന്നിവ ചേർത്ത് തിളപ്പിച്ചാണ് പമ്പയിലും ശരംകുത്തിയിലും സന്നിധാനത്തും ചുക്കുവെള്ളം തയ്യാറാക്കുന്നതെന്നും വൃത്തിയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നുണ്ടെന്നും കുടിവെള്ള വിതരണം സ്പെഷ്യൽ ഓഫീസർ GP പ്രവീൺ പറഞ്ഞു. പുതുതായി സ്ഥാപിച്ച പൈപ്പ് ലൈൻ വഴിയാണ് കുടിവെള്ളം വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. വെള്ളം ശേഖരിക്കാനായി ശരംകുത്തി മുതൽ ക്യൂ കോംപ്ലക്സ് വരെ 44 കുടിവെള്ള ടാപ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. നടപ്പന്തലിൽ മാത്രം 27 ടാപ്പുകളിലും വലിയ നടപ്പന്തലിൽ 5 ട്രോളികളിൽ ദിവസം മുഴുവനും കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. 614 താൽക്കാലിക ജീവനക്കാരെയാണ് ഇതിനായി ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മതമൈത്രിയുടെ പ്രതീകമായ ശബരിമലയിലെ വാവൂരുനടയിൽ ദർശനം നടത്തിയ തീർത്ഥാടകർ. അയ്യപ്പനും വാവൂരുമായുള്ള ഉറ്റ ബന്ധത്തിന്റെ പ്രതീകമായ വാവൂരുനടയിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. താഴെ തിരുമുറ്റത്തെത്തുന്ന മിക്ക തീർത്ഥാടകരും വാവൂരുനടയിലെത്തി പ്രസാദം വാങ്ങിയാണ് മടങ്ങുന്നത്. 40 വർഷമായി പരികർമ്മിയായിരുന്ന വായ്പൂരിലെ നൌഷറുദ്ദീൻ മുസ്ലിയാറാണ് വാവർനടയിലെ ഇത്തവണത്തെ മുഖ്യകർമ്മി. ഇതാദ്യമായാണ് വെട്ടിപ്ലാക്കൽ കുടുംബത്തിലെ 19ാം തലമുറക്കാരനായ നൌഷറുദ്ദീൻ മുഖ്യകർമ്മിയാകുന്നത്. കൽക്കണ്ടവും കുരുമുളകും ഏലക്കയുമാണ് ഇവിടത്തെ പ്രസാദം. അനുകരണീയമായ ലോക മാതൃകയാണിതെന്നും മാനവികതയെന്ന ലോകദർശനം ഇവിടെയെത്തുന്ന ഭക്തർ ഉൾക്കൊള്ളുന്നതിൽ സന്തോഷമുണ്ടെന്നും നൌഷറുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. പിറവി തിരുനാളിന്റെ ആത്മീയ നിറവിൽ കൊച്ചിയിൽ എക്യുമെനിക്കൽ കരോൾ നടന്നു.
YMCAയുടെയും YWCAയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു കരോൾ. കേരള കൊങ്കണി അക്കാദമിയുടെ പണ്ഡരീനാഥ് ഭുവനേന്ദ്ര പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും കൊച്ചിയിൽ നടന്നു. കൊങ്കണി ഭാഷയിലുള്ള മികച്ച ഗദ്യകൃതിക്കുള്ള പുരസ്കാരം സരസ്വതി എസ് പ്രഭുവിന് സമ്മാനിച്ചു. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ മംഗലാപുരം വിശ്വ കൊങ്കണി കേന്ദ്രം സെക്രട്ടറി ഡോക്ടർ കസ്തൂരി മോഹൻ പൈ പുരസ്കാരം സമ്മാനിച്ചു. ജീവൻമുക്തി എന്ന കഥയ്ക്കാണ് പുരസ്കാരം. അക്കാദമി ചെയർമാൻ PN കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാമാനന്ദ പ്രഭുവിന്റെ കൊങ്കണി കവിത ഭരോയുടെ പ്രകാശനം RS ഭാസ്കർ നിർവഹിച്ചു. ഗോവ ആസ്ഥാനമായ അഖില ഭാരതീയ കൊങ്കണി പരിഷത്തിന്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട PN കൃഷ്ണൻ, ദേശീയ ജനറൽ കൌൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാർ, സുബ്രഹ്മണ്യൻ, ഗണേഷ് ഷെട്ടി എന്നിവരെ ആദരിച്ചു. ചന്ദ്രബാബു U ഷെട്ടി, പ്രൊഫസർ G മോഹൻ റാവു, രാമാനന്ദ പ്രഭു എന്നിവരും സംസാരിച്ചു. സൗദി പ്രോ ലീഗിലെ ആവേശപ്പോരിൽ കരുത്തരായ അൽ ഇത്തിഹാദിന് മുന്നിൽ അൽ നസറിന് ഒരിക്കൽ കൂടി കാലിടറി. 1-2 ഗോളിനാണ് റിയാദ് ക്ലബിന്റെ തോൽവി. ടീമിന്റെ കിരീട സാധ്യത ഇത്തവണയും മങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ദുരന്തം നാശനഷ്ട കണക്കിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതി വിമർശനം. വ്യാഴാഴ്ച കൃത്യമായ കണക്ക് നൽകണമെന്നും SDRFിന് നിർദ്ദേശം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന പ്രാബല്യത്തിൽ. സാധാരണക്കാർക്ക് ഇരുട്ടടിയെന്ന വിമർശനം. ഫിക്സഡ് നിരക്കിലും 40 രൂപയുടെ വർധന ന്യായീകരിച്ച് മന്ത്രി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ പുറത്തുവിടുന്ന കാര്യത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നീളും. തീരുമാനം പരാതികൾ പരിഗണിച്ച ശേഷം. സിൽവർ ലൈനിൽ വഴങ്ങാതെ റെയിൽവേ. ബ്രോഡ് ഗേജിൽ മാറ്റം വരുത്തില്ല. സംസ്ഥാന സർക്കാർ മന്ത്രാലയവുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയിലും പുരോഗതിയില്ല. ശബരിമലയിൽ നടൻ ദിലീപിന് പ്രത്യേക പരിഗണന ലഭിച്ച സംഭവം രൂക്ഷ വിമർശനം തുടർന്ന ഹൈക്കോടതി. ഭക്തർക്ക് തടസ്സമുണ്ടാക്കൽ ആവർത്തിക്കരുതെന്ന് താക്കീത്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.